ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. കഴിഞ്ഞ IPL പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാത്ത താരമാണ് ഡേവിഡ് മില്ലർ. പറയാൻ കാരണം 11 ഇന്നിങ്സുകൾ കളിച്ചിട്ട് കേവലം 153 റൺസ് മാത്രമായിരുന്നു അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലക്നൗ സൂപ്പർ ജയൻസ് അദ്ദേഹത്തെ റിലീസ് ചെയ്തിട്ടുള്ളതും. പക്ഷെ നമുക്കറിയാം IPL വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് ഡേവിഡ് മില്ലർ. 2022 ഗുജറാത്ത് ടൈറ്റൻസ് കിരീടം നേടിയപ്പോൾ അതിൽ നിർണായക പങ്ക് വഹിച്ച താരം കൂടിയാണ് ഡേവിഡ് മില്ലർ. ആകെ 141 മത്സരങ്ങൾ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 3077 റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ഓപ്ഷനിലും ഡേവിഡ് മില്ലറെ ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസി സ്വന്തമാക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കാൻ സാധ്യതയുള്ള 3 ഫ്രാഞ്ചൈസികളെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ടീം അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. അതായത് കൊൽക്കത്ത ആന്ധ്ര റസൽ, വെങ്കടേഷ് അയ്യർ തുടങ്ങിയ സുപ്രധാന ഓൾറൗണ്ടർമാരെ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സോളിഡ് ഫിനിഷറെ അവർക്ക് ഇപ്പോൾ ആവശ്യമുണ്ട്. ഒരുപാട് ഇന്ത്യൻ താരങ്ങളെ അവർക്ക് ലഭ്യമാണ്. ഇനി വേണ്ടത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വിദേശ താരത്തെയാണ്. ആ പൊസിഷനിലേക്ക് കൊൽക്കത്ത ഒരുപക്ഷെ ഡേവിഡ് മില്ലറെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ ഫ്രാഞ്ചൈസി അത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. നമുക്കറിയാം, നേരത്തെ ഗുജറാത്തിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ഡേവിഡ് മില്ലർ. ഹാർദിക് പാണ്ഡ്യ പോയതിനു ശേഷം നല്ല ഒരു ഫിനിഷറുടെ അഭാവം ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിലുണ്ട്. നമുക്കറിയാം, രാഹുൽ തവാത്തിയ, ഷാരൂഖ് ഖാൻ എന്നിവരൊക്കെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. കൂടാതെ ഷെർഫൈൻ റുദർഫോർഡിനെ അവർ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഗ്രസീവായി ബാറ്റ് ചെയ്യുന്ന ഒരു നല്ല ഫിനിഷറെ ഗുജറാത്ത് ടൈറ്റൻസിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഡേവിഡ് മില്ലറെ തിരികെ എത്തിക്കാൻ അവർ ശ്രമിച്ചേക്കും. ഇനി മൂന്നാമത്തെ ഫ്രാഞ്ചൈസി അത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. മിഡിൽ ഓർഡറിൽ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഡൽഹി. മാത്രമല്ല, ഡൊണോവൻ ഫെരേരയെ അവർ രാജസ്ഥാൻ റോയൽസിന് കൈമാറുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഡൂപ്ലസി, അതുപോലെ തന്നെ മഗ്ഗൂർക്ക് തുടങ്ങിയ പല വിദേശ താരങ്ങളെയും ഇവർ കൈവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു വിദേശ താരത്തെ ഡൽഹി ക്യാപിറ്റൽസിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഡേവിഡ് മില്ലർക്ക് വേണ്ടി അവരും ശ്രമിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് 3 ഫ്രാഞ്ചൈസികളായിക്കൊണ്ട് വരുന്നത്. ഏതായാലും IPL ആ ഒരു പഴയ മികവ് വീണ്ടെടുക്കുക എന്നുള്ളത് ഡേവിഡ് മില്ലറെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ കാര്യമാണ്. വരുന്ന IPL സീസണിൽ ഏത് ഫ്രാഞ്ചൈസി ഈ ഒരു വെടിക്കെട്ട് താരത്തെ സ്വന്തമാക്കും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികളുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.